ഈ ഒരു മൺചട്ടിയാണ് കേട്ടോ ഇന്നത്തെ താരം. അതായത് ഇത് നമുക്ക് മയക്കിയെടുക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. കാരണം മൺചട്ടി മയക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിക്ക് ബലം കിട്ടാനും പെട്ടെന്ന് ഉടയാണ്ടിരിക്കാനും ആണ് കേട്ടോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ മണ്ണിൻ്റെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു മൺചട്ടിനെ നമുക്കൊന്ന് മയപ്പെടുത്തിയെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അത് ഞാൻ അടുപ്പത്തിട്ടോ, ചോറ് വെച്ച അടുപ്പുണ്ട്, അടുപ്പത്ത് തന്നെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 സ്പൂൺ ചായപ്പൊടിയും ഇട്ടിട്ട് അത് ഫുള്ള് ഈ ചട്ടി മൊത്തത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. മൊത്തം വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ആയിട്ട് വറ്റി വരുമ്പോൾ നമുക്കത് കളഞ്ഞിട്ട് അതിൽ എണ്ണ തടവി വെക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, കഞ്ഞിവെള്ളം ഒഴിച്ച് തലേ ദിവസം വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ചപ്പിട്ടിട്ട് അങ്ങനെ നമുക്ക് അതിനെ മയക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെക്കുകയാണ്. പിടിച്ചില്ലേ? ഇത് നിറയെ വെള്ളം വെക്കണം കേട്ടോ. കിണറ്റിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ഇത്. ഫുള്ളായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെള്ളം നിറയെ ഞാൻ ഇതാ കണ്ടോ, ഇത്രയും വെള്ളം വേണം കേട്ടോ. ഇത് നിറച്ച് വെള്ളം വേണം, ഈ ചട്ടി നിറയെ വെള്ളം വേണം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. മതി ഹിബമോളുടെ കൈയാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ ചട്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു കൊള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോറിന് വെച്ച കൊള്ളിയുണ്ട്, അതൊന്ന് കത്തി തീരാനായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ പഴയ അടുപ്പാണ് കേട്ടോ. നമ്മൾ ക്വാർട്ടേഴ്സിലാണ് ഇവർ ഒരുപാട് കാലം വർഷം ഉപയോഗിച്ച അടുപ്പാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ അത് നന്ന് കത്തി പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം, ചട്ടിയിലെ വെള്ളം ഫുള്ളുള്ളത് കണ്ട. അപ്പോൾ ഫുള്ള് വെള്ളമുണ്ട്, അതൊന്ന് ആവണ വരെ നമുക്കതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒന്ന് തിളച്ചത് പകുതി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ തടവിയിട്ട് അത് അപ്പോഴേ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. അങ്ങനെ ഇതാ നന്നായി കത്തുമ്പോൾ ഇതാ ഇങ്ങനെ വരാറായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് കഴുകി കളയാം കേട്ടോ. കടലമാവ് വെച്ചിട്ട് കഴുകി കളയണവരുണ്ട്, കഞ്ഞിവെള്ളം തലേ ദിവസം പറഞ്ഞ അങ്ങനെയൊക്കെ ഇത് പല രീതിക്കും ഇത് മയക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ചെയ്യണതാണിത്. ഞാൻ മുമ്പ് വേറെ ലെവലിലായിരുന്നു ചെയ്തത്, ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഇതാ ഇത് നന്നായി തിളച്ച് എന്താ പറയുക, ചട്ടി പകുതി ആയിട്ടുണ്ട്. ചട്ടിയുടെ കളറ് തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണത്. ഈ ചട്ടിയുടെ കണ്ടില്ല, ഫുള്ളുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ തിളച്ച് ഒരു ആയിട്ട് പിന്നെ ഞാൻ തീയൊന്നും അധികം കത്തിച്ചില്ല കേട്ടോ. കാരണം നമ്മുടെ ഒരു ചട്ടിയുടെ ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. കാരണം അത് തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ സിങ്കിൽ പറഞ്ഞിട്ട് സിങ്ക് നാശമാക്കണ്ട, പിന്നെ കുഴലൊക്കെ കൂടി നാശമായി വരുള്ളൂ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അത് ഊറ്റി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് അതിലേക്ക് ഒഴിച്ച പാടെ ഇത് കണ്ടില്ല, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറെല്ലാം നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് അതുപോലെ കുറച്ച് എണ്ണ ഒഴിക്കുക. എൻ്റെ കയ്യിലൊക്കെ കരി ആയതാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തടവി കൊടുക്കണേ. തടവി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴേ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിറ്റേ ദിവസത്തെ ഒരു കുക്കിങ് ഞാൻ ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടോ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് മയങ്ങി വന്നിട്ടുണ്ട്. ഇത് തലേ ദിവസം രാവിലെ എടുത്ത വീഡിയോസാണ് കേട്ടോ. നമ്മുടെ ചട്ടിയൊക്കെ എണ്ണൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പുള്ള ചട്ടിയുടെ ആ കളറും ഈ കളറും തമ്മിൽ കണ്ടില്ല, ഞാനിവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട കരിയൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകുന്നുള്ളൂ. പുറട്ടോ ഉള്ളിൽ നല്ല രീതിക്ക് കഴുകിയിട്ട് വേണം ഞാനത് എൻ്റെ ഒരു മീൻ കറിയും കൂടി ഞാൻ അതിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അവസാനം വരെ കാണും. ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ.